അങ്ങനെ നമ്മുടെ വീറ്റ് മിൽക്ക് ബ്രെഡ് ഇവിടെ ബേക്കായി ഞാനിവിടെ എടുത്തു. ഇത് 20 മിനിറ്റ് എടുത്തു ബേക്കാകാൻ. നല്ല സോഫ്റ്റായിട്ടുണ്ട് കണ്ടോ. ഇതിനെ കട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നാളെ കർക്കിടകം 1 പുണ്യമാസത്തെ വരവേൽക്കാൻ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. വീടൊക്കെ തൂത്ത് തുടച്ച് വിളക്കൊക്കെ വൃത്തിയാക്കി എല്ലാവരും സജ്ജമായി കഴിഞ്ഞു. നല്ലൊരു കർക്കിടക മാസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ബ്രെഡ് ഉണ്ടാക്കി. ഗോതമ്പ് പൊടി വെച്ച് ഒരു ഹോം മെയ്ഡ് ബ്രെഡ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇന്ന് ഗോതമ്പ് പൊടി വെച്ചൊരു മിൽക്ക് ബ്രെഡ് ഉണ്ടാക്കാം. അതിനായി 1 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഈസ്റ്റ്. ഇത് 1 ഗ്ലാസ് ഇളം ചൂട് പാലിലേക്ക് ഇട്ടൊന്ന് പൊങ്ങാൻ വയ്ക്കാം. 1 നുള്ള് ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ്. ഇതെല്ലാം കൂടെ ചേർത്ത് യോജിപ്പിച്ച് പാലൊഴിച്ച് കുഴച്ചെടുക്കണം. ഗോതമ്പ് പൊടി അയഞ്ഞ പരുവത്തിൽ കുഴച്ചെടുത്തു. ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ബേക്ക് ചെയ്ത് എടുക്കാം. ഗോതമ്പ് പൊടി അയഞ്ഞ പരുവത്തിൽ കുഴച്ചെടുത്തു. ഇതുപോലെ ഇതിനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ബേക്ക് ചെയ്യാം. മൂടി വെക്കാം. ഗോതമ്പ് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. ഇതിനി ഈ ബ്രെഡ് മോൾഡിൽ എടുത്ത് ബേക്ക് ചെയ്യാം. ബ്രെഡ് ഉണ്ടാക്കാനുള്ള മാവ് ബേക്ക് ടിന്നിൽ എടുത്തു. ഇത് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഓവനിൽ 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. നൂറ്റി 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 10 മിനിറ്റ്. വീറ്റ് മിൽക്ക് ബ്രെഡ് ഞാനിവിടെ എടുത്തു. അടിപൊളി സ്മെല്ല്, ഒരു രക്ഷയില്ലാത്ത മണം. ഇത് കട്ട് ചെയ്യാം. ബ്രെഡ് ഇവിടെ കട്ട് ചെയ്തു. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സോഫ്റ്റുമാണ്. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.